സ്വർണ്ണക്കടത്തും മകളുടെ തട്ടിപ്പും നടത്തി 9ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന്റെ 2ാം ഘട്ട ഭരണത്തിലെ 4ാം വാർഷികം കോടികൾ മുടക്കി ആഘോഷിക്കുകയാണ്. ഇനിയൊരു വരവില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അകമഴിഞ്ഞാണ് ആഘോഷത്തിനായി പൈസ ചെലവാക്കുന്നത്. ഭരണപക്ഷം പൈസ മുടക്കുമ്പോൾ പ്രതിപക്ഷം കരിങ്കൊടി കൊണ്ടാണ് അതിനെ നേരിടുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ദിനമായ മെയ് 20-ന് UDF കരിദിനമായി ആഘോഷിക്കുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു കഴിഞ്ഞു. അന്ന് പ്രാദേശിക തലത്തിൽ UDF കരിങ്കൊടി പ്രകടനം നടത്തും. നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ MP-മാരും MLA-മാരും തദ്ദേശ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കാരണം അത് അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാതെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും UDF പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനം തുറന്നു കാട്ടിയുള്ള ബദൽ പ്രചാരണ പരിപാടികളും UDF സംഘടിപ്പിക്കും. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മകനെ ഭയന്നു കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളത്തെ മാറ്റിയത് എന്ന് മാത്രമാണ് പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണ നേട്ടമെന്നും അടൂർ പ്രകാശ് പറയാൻ മറന്നില്ല. ലഹരി മാഫിയയുടെ ഹബ്ബായി കേരളം മാറിയതായി അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ട സർക്കാർ എന്നാകും പിണറായി സർക്കാരിന്റെ ചരിത്രം രേഖപ്പെടുത്തുക. 9 വർഷം അധികാരത്തിലിരുന്ന സർക്കാരിന് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു വൻകിട പദ്ധതി പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന വർഗങ്ങളെ സർക്കാർ പൂർണ്ണമായും അവഗണിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം പോലും താളം തെറ്റിച്ചു. ആരോഗ്യ മേഖലയാകട്ടെ പരിതാപകരമായ അവസ്ഥയിലാണ്. മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ആക്രമണ ഭീതിയിൽ കഴിയുമ്പോൾ തീരദേശ മേഖല വറുതിയിലാണ്. ഈ അവസ്ഥയിൽ വാർഷികാഘോഷം നടത്തുവാൻ എന്ത് അവകാശമാണുള്ളത് എന്നും ചോദിക്കുന്നുണ്ട്. UDF ഈ സർക്കാരിന്റെ 4ാം വാർഷികം പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 20-ാം തീയതി കരിദിനമായി ആചരിച്ച ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തും എന്നും പറഞ്ഞു. CPM ആക്രമണ രാഷ്ട്രീയം അഴിച്ചുവിടുകയാണ്. കണ്ണൂരിൽ മലപ്പട്ടത്ത് ഗാന്ധിനെയും പരസ്യ ഭീഷണിയും നടത്തിയ CPM പ്രവർത്തകർ ഗോപിനാഥനെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ഭീഷണിക്ക് മുന്നിലും UDF തല കുനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി വിപുലീകരണം കൂട്ടായി ആഘോഷിച്ച് തീരുമാനിക്കുമെന്നും PV അൻവറുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും UDF കൺവീനർ അറിയിച്ചു കഴിഞ്ഞു. 4ാം വാർഷികത്തിൽ കോടികൾ ചെലവാക്കുന്ന സർക്കാരിന്റെ കള്ളക്കളി നേരത്തെ തന്നെ കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നതാണ്. കോൺഗ്രസിന്റെ പുനർജന്മത്തിന് ശേഷം സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന പ്രതിഷേധങ്ങളും ചില തീരുമാനങ്ങളുമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്.